السلام عليكم ورحمة الله. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ചർച്ചയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലെ ഏതാനും വിഷയങ്ങൾ നാം ശ്രദ്ധിച്ചു, പഠിച്ചു. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിസ്മിയിലെ റഹ്മാൻ റഹീം എന്ന വിശേഷണ നാമത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാനാണ്. മുൻപ് അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ്സിൽ റഹ്മാൻ റഹീം എന്നീ നാമത്തെക്കുറിച്ചുള്ളൊരു വിശദ ചർച്ച നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്ക് റഹ്മാനെ കുറിച്ചും റഹീമിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. റഹ്മത്ത് എന്ന പദത്തിൽ നിന്നാണ് റഹ്മാന് റഹീം എന്നീ രണ്ട് പദങ്ങളും പിടിക്കപ്പെട്ടിട്ടുള്ളത്. റഹ്മത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ രണ്ട് പദങ്ങളും ഉണ്ടായിരിക്കുന്നത്. റഹ്മത്തിന്റെ അർത്ഥം കാരുണ്യം, ദയ, കനിവ് എന്നൊക്കെയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രം പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവൻ എന്നൊരർത്ഥം നേരത്തെ റഹ്മാൻ റഹീമിന്റെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്ന റഹ്മത്തിന്റെ ഭാഷാർത്ഥമാണ്. കാരുണ്യം, ദയ, കനിവ് എന്നൊക്കെയാണ് റഹ്മത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ ഭാഷാർത്ഥം. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട അഹ്മദ് എന്നവർ, ഇമാം അഹ്മദ് എന്നവർ തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലില്ലാഹി മിഅത്തു റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ ബൈനൽ ഇൻസി വൽ ജിന്നി വൽ ഹവാമി വബിഹാ ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂന വബിഹാ തഅതിഫുൽ വഹ്ശു അലാ ഔലാദിഹാ വഅഖറ 99 ഇലാ യൗമിൽ ഖിയാമ യർഹമു ബിഹാ ഇബാദ എന്ന ഹദീസ്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? ലില്ലാഹി മിഅത്തു റഹ്മ, അള്ളാഹുവിന് 100 റഹ്മത്തുകളുണ്ട്. അൻസല മിന്ന റഹ്മത്തൻ വാഹിദ ബൈനൽ ഇൻസി വൽ ജിന്നി വൽ ഹവാമി, അവയിൽ നിന്ന്
ഒരു റഹ്മത്ത് അള്ളാഹു മനുഷ്യർക്കിടയിലും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും ഇടയിൽ ഇറക്കി. ഫബിഹാ യതആതഫൂന, അതുകൊണ്ട് അവർ പരസ്പരം മയം ചെയ്യുന്നു. വബിഹാ യതറാഹമൂന, അതുകൊണ്ട് ആ ഒരു റഹ്മത്ത് കൊണ്ട് അവർ പരസ്പരം കരുണ കാണിക്കുകയും ചെയ്യുന്നു. വബിഹാ തഅതിഫുൽ വഹ്ശു അലാ ഔലാദിഹാ, ആ ഒരു കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് വന്യമൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുന്നു. വഅഖറ 99 ഇലാ യൗമിൽ ഖിയാമ, 99 റഹ്മത്തുകൾ അന്ത്യദിനത്തിലേക്ക് അള്ളാഹു പിന്തിച്ചു വെച്ചു. യർഹമു ബിഹാ ഇബാദഹ്, അതുകൊണ്ട് അവന്റെ അടിമകൾക്ക് അവൻ കരുണ ചെയ്യും അന്ത്യനാളിൽ. ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, റബ്ബിന്റെ കാരുണ്യം 100-ൽ1 അംശം മാത്രമാണ് ഈ ഭൗതിക ലോകത്ത് അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി അവന്റെ വിശാലമായ കാരുണ്യം ലഭിക്കാനുള്ളത് മരണാനന്തര ജീവിതത്തിലാണ്. അപ്പോൾ ആ മരണാന്തര ജീവിതത്തിന് വേണ്ടി അവിടെയാണ് ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് മനസ്സിലാക്കി, ഇതൊക്കെ നശ്വരമാണ്, താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി മരണാനന്തര ജീവിതത്തിനുള്ള ഒരുക്കങ്ങളായിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ അർറഹിമു ശിജ്നത്തും മിനർ റഹ്മാൻ വമൻ വസ്വലഹാ വസലഹുല്ലാഹ് വമൻ ഖതഅഹാ ഖതഅഹുല്ലാഹ്. ഇമാം തിർമിദി തന്റെ സുനനിൽ 1847 നമ്പറായി പറഞ്ഞ ഹദീസാണിത്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? അർറാഹിമൂന യർഹമുഹുർ റഹ്മാനു, കാരുണ്യം കാണിക്കുന്നവരോടാണ് റഹ്മാൻ കാരുണ്യം കാണിക്കൽ. അർറാഹിമൂന, കരുണ ചെയ്യുന്നവർ, യർഹമുഹുർ റഹ്മാനു, അവരോട് റഹ്മാനായ അല്ലാഹു കരുണ കാണിക്കും. ആയതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവർ അഥവാ മലക്കുകൾ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. അർറഹിമു, റഹിമു എന്നത് അഥവാ കുടുംബബന്ധം എന്നാണ് റഹിമിന്റെ അർത്ഥം. ആ റഹിമ് ഷിജ്നത്തും മിനർ റഹ്മാൻ, റഹ്മാൻ എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ട പദമാണ്. റഹ്മാൻ എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് റഹിമ്. ആയതുകൊണ്ട് വമൻ വസലഹാ, ആരെങ്കിലും കുടുംബബന്ധം ചേർത്താൽ വസലഹുല്ലാഹ്, അല്ലാഹു അവനെ ചേർക്കുന്നതാണ്. വമൻ ഖതഅഹാ, ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചാൽ ഖതഅഹുല്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി ബന്ധം വിച്ഛേദിക്കുന്നതാണ്. കണ്ടോ, ഈ ഹദീസിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ വാനലോകത്തുള്ള മലക്കുകൾ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോ അള്ളാഹുവിന്റെ വിശേഷണമായ റഹ്മാന് റഹീം, അതിൽ നിന്ന് നാം ആർജിച്ചെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സഹജീവികളോട് നമുക്ക് കരുണ വേണം എന്നുള്ള യാഥാർത്ഥ്യമാണ് നാം ഈ റഹ്മാന് റഹീം എന്നതിൽ നിന്ന് നാം ആർജിച്ചെടുക്കേണ്ടത്. മനുഷ്യർ മറ്റുള്ളവരോട് കാണിച്ചിരിക്കേണ്ട വിശാലമായ കാരുണ്യത്തിലേക്ക് ഈ ഹദീസുകൾ വെളിച്ചം വീശുന്നുണ്ട്. എല്ലാ സ്വാന്തന പ്രവർത്തനങ്ങളും ആതുര സേവനങ്ങളെല്ലാം കാരുണ്യത്തിന്റെ വിവിധ മുഖങ്ങളാണ്. അവയെല്ലാം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പാഠങ്ങളുമാണ്. മറ്റുള്ളവരോട് കാരുണ്യവും ദയയും കാണിക്കുമ്പോൾ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് ഇരുലോകത്തും കാരുണ്യം ലഭിക്കുന്നു. സാന്ത്വന പ്രവർത്തനം നടത്തിയ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെയും ചരിത്രം ഖുർആൻ സൂറത്തുൽ ഇൻസാനിലെ 8-ാം ആയത്തിൽ അള്ളാഹു പ്രശംസിച്ചതായിട്ട് കാണാം. അപ്പോ മനുഷ്യരോട്, സഹജീവികളോട്, സർവ ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന ഉപദേശിച്ച പ്രവാചകന്റെ അനുയായികളാണ് നാം എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, ഇർഹമൂ തുർഹമൂ വഗ്ഫിറൂ യുഗ്ഫർ ലക്കും. കാരുണ്യം കാണിക്കുക, എന്നാൽ നിങ്ങളോട് കാരുണ്യം കാണിക്കും. നിങ്ങൾ പുറത്തു കൊടുക്കുക, എന്നാൽ നിങ്ങൾക്ക് പുറത്തു തരും. ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ്. ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മല്ലാ യർഹമുൻ നാസ ലാ യർഹമുല്ലാഹ്. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല എന്ന ഹദീസും ശുഅബുൽ ഈമാനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ റഹ്മാന് റഹീം എന്ന പദത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നാം ആർജിച്ചെടുക്കേണ്ടത് സഹജീവികളോട് നാം കാരുണ്യം കാണിക്കണമെന്നുള്ള വിശാലമായിരിക്കുന്ന മനസ്സാണ് നാം ആർജിച്ചെടുക്കേണ്ടത്. നാം ഇപ്പോൾ ഉള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ചർച്ചയിലാണ്. നീ നിന്റെ ശരീരത്തെ അള്ളാഹുവിന്റെ സ്മരണയുടെ കൂട്ടുകാരനാക്കണം. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുക, ഇജ്അൽ നഫ്സക ഖരീന ദിക്രില്ലാഹി തആല. നീ നിന്റെ ശരീരത്തെ അള്ളാഹുവിന്റെ സ്മരണയുടെ കൂട്ടുകാരനാക്കണം. ഏതുവരെ? ഹത്താ ലാ തബ്ഉദ അൻഹു ഫിദ്ദാറൈൻ. എങ്കിൽ ഇരുലോകത്തും, ഇഹത്തിലും പദത്തിലും പരത്തിലും അത് നിന്നിൽ നിന്നകലാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദിക്ർ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അള്ളാഹുവിന്റെ ദിക്റിനെ എപ്പോഴും നിന്റെ ഖരീനാക്കണം, കൂട്ടുകാരനാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ധരിക്കപ്പെട്ടൊരു ഹദീസ് ഇമാം റാസി തന്റെ തഫ്സീറിന്റെ 1-ാമത്തെ വാള്യത്തിൽ 153 നമ്മോട് വിവരിക്കുന്നുണ്ട്. എന്താണ് ഹദീസ്? റുവി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അന്നഹു ദഫഅ ഖാതമഹു ഇലാ അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നബി തങ്ങൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഏൽപ്പിച്ച് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരം കൊത്തുപണിക്കാരനെ ഏൽപ്പിച്ച് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് രേഖപ്പെടുത്തുവാൻ കൽപ്പിച്ചു. നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരുന്നു രേഖപ്പെടുത്താൻ പറഞ്ഞിരുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് രേഖപ്പെടുത്തുവാൻ കൊത്തുപണിക്കാരനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ കൊത്തുപണിക്കാരൻ അപ്രകാരം അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് രേഖപ്പെടുത്തുകയും തുടർന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിച്ചു നോക്കുമ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തിയതായി കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വർധനവിനെ കുറിച്ച് അന്വേഷിച്ചു. കൂടുതൽ മുഹമ്മദ് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തിയതിനെ കുറിച്ച് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നാമവുമായി അങ്ങയുടെ നാമം വിട്ടുപിരിയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് രേഖപ്പെടുത്താനാണ് കൊത്തുപണിക്കാരനോട് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാണിക്കുകയും ചെയ്തു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു വിശദീകരണം നൽകി. യാ റസൂലല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാമം രേഖപ്പെടുത്തിയത് ഞാനാണോ? കാരണം അല്ലാഹുവിന്റെ നാമവുമായി അങ്ങയുടെ നാമം വിട്ടുപിരിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതിനാൽ അങ്ങയുടെ നാമവുമായി അദ്ദേഹത്തിന്റെ നാമത്തെ വിട്ടുപിരിക്കാൻ അല്ലാഹുവും ഇഷ്ടപ്പെട്ടില്ല. ഈ സംഭവത്തിൽ നിന്ന് ലഭിക്കുന്ന പോയിന്റ് എന്താണ്? അല്ലാഹു തആലയുടെ പേരുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ വിട്ടുപിരിക്കുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ ആദരവ് നേടിയെടുത്തത്. എങ്കിൽ അല്ലാഹുവിന്റെ സ്മരണയിലായി, അല്ലാഹുവിന്റെ ബിസ്മിയിലായി വിട്ടുപിരിയാത്ത മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിന്റെ 1-ാം വാള്യത്തിൽ 153-ാം പേജിൽ നമ്മോട് ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ബിസ്മിന്റെ സ്മരണയിലായി, അല്ലാഹുവിന്റെ സ്മരണയിലായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.